ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ +2 അക്കൗണ്ടൻസി മോഡൽ എക്സാം ഒക്കെ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ +2 അക്കൗണ്ടൻസിയിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. തിയറി മാത്രം പഠിച്ച പാസ്സാവുമെന്ന് ചോദിച്ചാൽ തിയറി മാത്രം പഠിച്ചാൽ പാസ്സാവില്ല, പ്രോബ്ലം കൂടി നമ്മൾ പഠിക്കണം. സോ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പ്രോബ്ലംസ് എന്താണെന്നാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ആദ്യം മുതൽക്കേ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുവരെ അറിയില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. 2 മാസത്തെ ക്ലാസ് ഇപ്പോൾ ഓഫർ റേറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഹായ് +2 അക്കൗണ്ടൻസി എന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് പ്രൊവിഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് റെലവൻറ്റ് ഫോർ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. ഓരോന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് അത് 4 മാർക്സിന് ചോദിക്കാറുണ്ട്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ 4 മാർക്കിന് നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും പഠിക്കണം, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും പഠിക്കണം. പിന്നെ പ്രോബ്ലം ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സിൻ്റെ കാൽക്കുലേഷനും പിന്നെ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ മൂവിങ് ഓൺ ടു സെക്കൻഡ് ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആണ്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നിന്ന് ആണ് നമുക്ക് റേഷ്യോസും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. സോ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യമാണ് റേഷ്യോസ്. അതായത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ട്. ഒരു 5 മെത്തേഡ്സ് ഉണ്ട്. 5 മെത്തേഡ് എന്ന് വെച്ചാൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ, വെയ്റ്റഡ് ആവറേജ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഇങ്ങനെ മൊത്തം 5 മെത്തേഡ്സ് ഉണ്ട്. 5ഉം പഠിക്കണം കേട്ടോ. പിന്നെ ഗുഡ്വില്ലിൻ്റെ ജേർണൽ എൻട്രീസ്, ട്രീറ്റ്മെൻറ്റ് പഠിക്കണം. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് പഠിക്കണം. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും പാർട്ട്നേഴ്സ് ക്യാപിറ്റലും ബാലൻസ് ഷീറ്റും ഒക്കെ വരുന്ന ഒരു ഫുൾ പ്രോബ്ലം നമ്മൾ പഠിക്കണം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ പിന്നെ വരുന്നതാണ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ്. അതിൽ നിന്ന് ന്യൂ റേഷ്യോ ഗെയിനിങ് റേഷ്യോയുടെ കാൽക്കുലേഷൻ. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ചത് കൊണ്ട് ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. അക്യുമുലേറ്റഡ് പ്രോഫിറ്റും അതെ, ആ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ട് ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡിസ്പോസൽ ഓഫ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയർഡ് ആകുന്ന പാർട്ട്ണർക്കുള്ള എമൗണ്ട് കണ്ടുപിടിക്കുന്നതും അതുപോലെ മരണപ്പെട്ട പാർട്ട്ണർക്ക് എത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ള കാൽക്കുലേഷനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും എക്സാമിന് ചോദിക്കും, അത് പഠിക്കണം. കൂടെ പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും ഇതിൻ്റെ ഫൈനൽ പ്രോബ്ലം കൂടി പഠിക്കണം. പിന്നെ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണറിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും കൂടി വരുന്നതാണ്. ഓക്കെ, അതും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൂടി വരുന്ന ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ, ആ ഒരു വിഷയം മാത്രമേ നമുക്ക് പ്രോബ്ലം ആയിട്ട് അതിൽ പഠിക്കാനുള്ളൂ. ഇത്രയും പഠിച്ചാൽ നമ്മൾ പാർട്ട്ണർഷിപ്പിലെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓഫർ റേറ്റിൽ ഇപ്പോൾ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. താങ്ക് യു.